എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള വഴിയും രീതിയാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളും ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാന്നുള്ള ഞാൻ ചെയ്ത രീതിയിൽ, പരീക്ഷയിൽ ചെയ്ത രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഞാൻ നിങ്ങളുടെ മേലും അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മൾ 2026 ഐസർ മാത്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിക്ക് തന്നെ പോവുക. ഒരു ക്വാഡ്രാറ്റിക് ആണ് പറഞ്ഞുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അപ്പോൾ നോക്കുക, ക്വാഡ്രാറ്റിക് ഇങ്ങനെ എഴുതുക. ജനറൽ ഇക്വേഷൻ നോക്കുക. ജനറൽ ഇക്വേഷൻ ax² പ്ലസ് bx+c, ഇങ്ങനെയാണ് ജനറൽ ഇക്വേഷൻ എഴുതുക. ഇവരെന്താ പറയുക, എക്സിന് 1 കൊടുത്താലും -1 കൊടുത്താലും 0 കൊടുത്താലും സെയിം ആണ്. ദെൻ വാട്ട് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പറഞ്ഞാൽ ഈ ബി ടേം, ഈ ബി എന്താണെന്ന ചോദ്യം. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുക്കുക. അപ്പോൾ a+b+c ഈക്വൽ ടു, അതുപോലെ തന്നെ എക്സിനെ -1 കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഉള്ള ടേം പോസിറ്റീവായിട്ട് വരും. a-b+c, ഈ സിയും കട്ടായി, ഈ പോസിറ്റീവ് എയും കട്ടായി. അപ്പോൾ b = -b വന്നു. ഇതെന്താ സംഭവം? ഇതെങ്ങനെ നടക്കുക? നടക്കില്ല. അതിൻ്റെ അർത്ഥം ഈ ബി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇതിങ്ങനെ മൈനസ് വരുന്നതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം b 0 ആയാലാണ് ഇത് നടക്കുള്ളൂ. അപ്പോൾ 0 = -0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 = 0 തന്നെയല്ലേ? അതിൻ്റെ അർത്ഥം b = 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. ഇത് ചിലപ്പോൾ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും, പക്ഷെ നമുക്ക് റെഡി ആക്കാം. അപ്പോൾ എല്ലാവരും നോക്കുക. ആദ്യം കോംപ്ലക്സ് നമ്പർ എന്താണ്? z = r cos θ + i sin θ. ഇതിൻ്റെ റേഡിയസ് ഇവിടെ 1 ആണ്. കാരണമാണ് ഈ r കാണാത്തത്. ഈ ടേം നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാം. എയും ബിയും ഈ ടേമായിട്ട് എഴുതേക്കണത്. അപ്പോൾ നോക്കുക, z = x + iy എന്ന് എഴുതാം. ഇതൊരു പ്ലെയിനത്തെ ഒരു പോയിന്റ് ആണ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്കാണോ താഴേക്കാണോ എന്നാണ് ഉദ്ദേശിക്കുക. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ r1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് 1. അപ്പോൾ നമ്മളൊരു പ്ലെയിന് വരയ്ക്കുമ്പോൾ റേഡിയസ് 1 ആയ ഒരു സർക്കിളാണ് വരിക. അപ്പോൾ ഈ x എന്താണ്? cos 2nπ/5 പ്ലസ് i sin 2nπ/5. ഇതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ ഇതിന് എന്നിന് നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ ആണ് പറഞ്ഞുള്ളത് z. അപ്പോൾ -1 0, ഇത് -∞ മുതൽ 1 2 അങ്ങനെയായിട്ട് പോകും. ഇത്ര വാല്യൂസാണ് എന്നിന് വരിക. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ n 0 എടുത്തു. n 0 എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് 0, cos 0 പ്ലസ് i sin 0 വരും. sin 0 0 ആണ്, cos 0 1. അപ്പോൾ കിട്ടണ പോയിന്റ് നമുക്ക് x = 1,0 ആണ്. ഈ പോയിന്റ് ഒരു ഇവിടെ ഇട്ട് വന്നു വിചാരിക്കുക, 1,0. ഇനി അടുത്ത എന്താ? ഇങ്ങനെ പോവും. 5 എന്നിന് 2 കൊടുക്കും, 3 കൊടുക്കും, 4 കൊടുക്കും, 5 കൊടുക്കും. ആ 5 കൊടുക്കുമ്പോൾ എന്തുണ്ടാക്കുക? നമ്മുടെ കോസിൻ്റെ ഉള്ളിൽ എന്താ? 2nπ/5 ആണ്. അപ്പോൾ cos 2 × 5π/5 വരുമ്പോൾ ഇതും കട്ടായി പോകും. cos 2π ആവും. cos 2π പ്ലസ് അതേപോലെ തന്നെ i sin 2π. sin nπ, സൈനിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുക. സൈൻ ഇങ്ങനെ ഗ്രാഫ് വരുമ്പോൾ ഇത് പൈ വരും, 2π. 2π വാല്യൂ എത്ര? 0. ഇവിടെ 1, ഇവിടെ -1. 2π 0 ആണ്. അപ്പോൾ ഈ ടേം 0 തന്നെ. പക്ഷെ cos 2π 1 ആണ്. cos 2π 1. അപ്പോൾ 1,0 വീണ്ടും വന്നു, റിപ്പീറ്റായി. n = 0ലും n = 5ലും ഒരേ പോയിന്റിലാണ് ഇത് വരിക, സർക്കിൾ വരിക. കാരണം ഇതിന് ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇനി എന്നിനെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2/5 വരും. അത് തന്നെ n = 6ലും ഈ പോയിന്റ് തന്നെ വരും. അങ്ങനെ റിപ്പീറ്റഡ് ആയ ഒരു 5 വാല്യൂ മാത്രമാണ് ഈ a എന്നുള്ള കോംപ്ലക്സ് നമ്പറിന് കിട്ടുള്ളത്. കാരണം a ഈസ് ഫൈനൈറ്റ്. അപ്പോൾ എയുടെ കഥ കഴിഞ്ഞു. ഇനി ബി നോക്കാം. ബിയുടെയും കഥ തന്നെ ഇതന്നെ. നമ്മുടെ സർക്കിൾ വരച്ചു. അപ്പോൾ ഇതിൻ്റെ x + i എന്ന് പറയുന്ന പോയിന്റ് x പറഞ്ഞു കഴിഞ്ഞാൽ cos 2n/5 പ്ലസ് i sin 2n/5 ഉള്ളൂ. ഇവിടെ പൈ ഇല്ല. അത് കാരണം ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ cos 2/5 പ്ലസ് i sin 2/5. ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ വേറെ 4/5 വരും. cos 4/5 i sin 4/5. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ.
ഒരിക്കലും സെയിം പോയിന്റ് വരില്ല, ഇൻഫിനിറ്റ് വാല്യൂ വരും. ഇവിടെ പൈ ഇല്ലാത്തതിൻ്റെ ഒറ്റ കുഴപ്പമാണ് അത്, കാരണം ബി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് വാല്യൂ വരും. ഒരിക്കലും ഒരേ പോയിന്റ് തന്നെ വീണ്ടും വരില്ല, കാരണം കോസും വേറെ സൈനും വേറെ, രണ്ട് പീരിയോഡിക് ആയിട്ട് രണ്ടും വ്യത്യാസമായിട്ട് വരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. മൂന്നാമത്തെ വളരെ ബേസിക് ചോദ്യമാണ്, വളരെ ബേസിക് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് വിചാരിക്കണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നിട്ടുണ്ട് 4 1 3, ബി പറഞ്ഞു കഴിഞ്ഞാൽ 0 2 0, സി പറഞ്ഞു കഴിഞ്ഞാൽ -4 3 -3. ഇനി ക്വസ്റ്റ്യൻ നോക്കുക, എല്ലായിടത്തും നമുക്ക് എ ബി ബി സി ഒക്കെ കാണാണ്ട്, എ സിയും കാണാണ്ട്. ലാസ്റ്റത്തെ ഓപ്ഷനിൽ മാത്രമാണ് സി എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഓപ്ഷൻ ഉള്ള സാധനം ആദ്യം കണ്ടെത്താം. ആദ്യം എ ബി കണ്ടെത്താം. എ ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക്, ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഇതിന്റെ വെക്ടർ കാണാൻ കഴിഞ്ഞാൽ ബി മൈനസ് എ, അപ്പോൾ -4 1 -3, ഇതാണ് എ ബിൻ്റെത്. ഇനി ബി സി നമുക്ക് കണ്ടുനോക്കാം. ബി സി ഇങ്ങനെ ബിന്ന് സിയിലേക്ക്, ബിന്ന് അവിടെ സി ഉണ്ടെങ്കിൽ ബിന്ന് സിയിലേക്ക്, അപ്പോൾ സി മൈനസ് ബി ആവുന്നുണ്ട്. സി മൈനസ് ബി വരുമ്പോൾ 0 -4, അല്ല സി മൈനസ് ബി -4 -0 -4 3 -2 1 -3. അപ്പോൾ നോക്കുമ്പോൾ ഇത് കാണാം, ഇത് രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിമാ. അപ്പോൾ അതിനർത്ഥം ഇത് ഒറ്റ ലൈനിൽ കൂടെ പോവുക, കാരണം എ ബി സി എന്നത് കൊളീനിയർ ആണ്. ഇതെല്ലാതും ഒരൊറ്റ ലൈനിലാണ്. ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ സി ആണ്. അത് കാരണമാണ് രണ്ടിനും ഒരേ ഡയറക്ഷൻ വന്നത്. കൊളീനിയറിൽ പറഞ്ഞാൽ പാരലൽ, അല്ലെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്ന്, ഈ ഒറ്റ വരയിലുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ബാക്കി ഏത് നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്താലും തെറ്റായിട്ട് വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇപ്പൊ ഒന്ന് നോക്കാം. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈന് ജോയിൻ ചെയ്തത് 1 1 1ഉം 3 1 3ഉം. ഇത് L1ന്റെ ഡയറക്ഷൻ അപ്പൊ കാണാം. ഇതൊന്ന് ഇത് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കുറയ്ക്കുകയാണെങ്കിലും മറ്റേ പോയിന്റ് ഒരുമിച്ച് എടുക്കണം, അല്ലെങ്കിൽ തെറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വലുതിന് ചെറുത് കൊടുക്കാം സിമ്പിളായിട്ട്. 2 0 2 കിട്ടി. L2 എന്നുള്ള ലൈന് ഇവര് രണ്ട് ലൈനിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇങ്ങനെ ക്രോസ് ചെയ്യണ്ടാവും എവിടെയെങ്കിലും വെച്ചിട്ട്. അപ്പൊ L2ന്റെ പോയിന്റ് തന്നു കഴിഞ്ഞാൽ 0 2 -1 2 0 3. അപ്പൊ L2ന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിന്ന് ഇത് കുറയ്ക്കുക. നമ്മൾ ആദ്യം എഴുതിയത് ഇതാണ്, അപ്പൊ അതിന്ന് ഇത് കുറയ്ക്കുക. 2 -2 4, ഇതാണ് L2ന്റെ ഡയറക്ഷൻ. ഇനി സാധാ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ കാണുന്ന പോലെ ഡോട്ട് പ്രൊഡക്റ്റ് ഇടയ്ക്ക് എ ഡോട്ട് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഡിറ്റർമിനന്റ് ഓഫ് ബി കോസ് തീറ്റ. ഈ കോസ് തീറ്റ ആണ് വേണ്ടത്. ഈ രണ്ടും സൈഡിലേക്ക് പോയി എ ഡോട്ട് ബി നിങ്ങൾക്ക് ചെയ്യാറിയാം. 4 -2 +8 ബൈ, പിന്നെ അതിൻ്റെ ഡിറ്റർമിനന്റ് √8 വരും. √8 ഇതിൻ്റെ തന്നെ 4 + 4 + 14 √24. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ കിട്ടും. തീറ്റ = 30 ഡിഗ്രിയാണ് ഉത്തരം. ഇത് ചെയ്യണ്ടല്ലോ, നമ്മൾ കുറച്ച് ഇനി ടെക്നിക്കലായി ചിന്തിക്കണം. തീറ്റ = 30 ഡിഗ്രി. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അഞ്ചാമത്തെ. ഇത് ഫങ്ഷൻസും പെർമ്യൂട്ടേഷനും കൂടി മിക്സ് ചെയ്ത സാധനമാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അവർ ആദ്യം തന്നുള്ള സാമ്പിൾ സ്പേസ് നോക്കാം. 6 ടേം ഉള്ളതാണ്. 1 2 3 അങ്ങനെ L കഴിഞ്ഞു, അങ്ങനെ പോയിട്ട് 6. ഇതിന്ന് ഇതിലേക്ക് തന്നെ 1 2 3 അങ്ങനെ L അങ്ങനെ 6. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, L വരെയുള്ള ടേംസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ഒരു മാപ്പിംഗ് തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ, രണ്ടിന് വേറൊരു മാപ്പിംഗ്, അങ്ങനെ എല്ലാത്തിനും ഒരൊറ്റ മാപ്പിംഗ് L വരെ. അപ്പോൾ f(1) നമുക്ക് 6 ചാൻസ്, ഇത് ഇങ്ങോട്ട് പോലോ 6 ഉണ്ട്. അപ്പോൾ f(2) ആണെങ്കിലോ 6 -1 ആണ്, കാരണം ഇപ്പോൾ ഒന്നിക്ക് പോയെങ്കിൽ ബാക്കി രണ്ടിനെ ബാക്കി 6ന്ന് 1 കുറയ്ക്കുക, അത്ര ചാൻസസ് ആണ്. അപ്പോൾ 6 -1. f(3)ക്ക് നോക്കുമ്പോഴോ 6 -2 ചാൻസ്. അങ്ങനെ പോയി f(L)ന് എത്ര ചാൻസ് ഉണ്ട്? 6 - L + 1 ഉണ്ട്. എന്നാലാണ് കണക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വന്നു വെച്ചാൽ 6 -3 + 1, ഇതാണ് കണക്ക്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 6 -2 ആയി. അപ്പോൾ f(L)ന് എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഇൻറ്റു ചെയ്യുക. f(1)ന് 6 ചാൻസ്, f(2)ന് 6 -1, f(3)ക്ക് 6 -2, അങ്ങനെ f(L) വരെ 6 - L + 1. ഇത് f(L) വരെ ആയി. ഇനി ബാക്കി L-ന്റെ താഴേക്ക് ഉണ്ടല്ലോ,
ഇത് മൊത്തം 6ആണ്, ഇതുവരെ L ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് R-L എലമെന്റ്സ് ഉണ്ട്. ഇത്ര എണ്ണം ഇനി ഇതിന്റെ താഴേക്കുണ്ട്. ഇതിന്റെ ഫങ്ഷൻസ് എത്ര? ഇവിടെ പ്രത്യേകിച്ച് റോള് പറഞ്ഞില്ല. അപ്പോൾ L+1 മുതലുള്ളത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. 6 6 6. L+1 വേണമെങ്കിൽ ഇവിടുത്തെ ഇതിക്ക് പോവാം. അടുത്ത L+2 വേണമെങ്കിൽ അത് സെയിംക്ക് തന്നെ പോവാം. കാരണം റിസ്ട്രിക്ഷൻ ഇല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആവണ്ട. അപ്പോൾ അടുത്ത R-L ടേമിന് അല്ല, അടുത്തതാ F(L+1) ടേമിന് നമുക്ക് എത്ര ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ചാൻസ് ഉണ്ട്. അതുപോലെ F(L+2)ന് 6 തന്നെ. ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആവണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനത്തെ എത്ര ടേം ഉണ്ട്? R-L ടേം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഫങ്ഷൻസ് മാപ്പ് ചെയ്യുമ്പോൾ R⁻R-L ഇതാണ്. അപ്പം മൊത്തം കൂട്ടി നോക്കുമ്പോൾ R⁻R-L ഇൻറ്റു പിന്നെ ഇത് മേലത്തെ ഇത് എടുത്ത് എഴുതുക R-L+1 R ഇൻറ്റു R-1 ഇൻറ്റു അങ്ങനെ R-2 അങ്ങനെ പോകും. അപ്പോൾ ഇത് രണ്ടും 6 അല്ലേ? അപ്പോൾ ഇതിന്റെ മേലെ 1 ആണ്. ഈ പവർ കൂട്ടി എഴുതി കഴിഞ്ഞാൽ R⁻R-L+1 ഇൻറ്റു R-1 R-2 R-3 ഇങ്ങനെ പോകും. ഇതാണ് ഉത്തരം. അടുത്ത റിലേഷൻ എന്നുള്ള ചോദ്യമാണ് 6ാമത്തെ. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും വായിക്കുക. അപ്പോൾ ഒരു പ്ലെയിനിൽ എത്ര സർക്കിൾ ഉണ്ട്? അത് ഫുള്ളും സിയിൽ. ഇതാണ് സി, ഈ പ്ലെയിൻ. ഇതിൻ്റെ ഉള്ളിൽ എത്ര സർക്കിൾ ഉണ്ട്? അതിൻ്റെ റിലേഷൻ അവർ പറഞ്ഞുള്ളത്, ഇപ്പോൾ 2 സർക്കിൾ എടുത്തു, C1 C2 എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യണം. ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടേ, സർക്കിളല്ല, എവിടെയെങ്കിലും കൂട്ടിമുട്ടേ അങ്ങനെ എന്തെങ്കിലും ഒരസേ എന്തെങ്കിലുമൊക്കെ വേണം, എന്നാലാണ് റിലേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറയണത് അത് റിഫ്ലെക്സീവ് ആണോ, ഏതെങ്കിലും 2 എടുത്തു കഴിഞ്ഞാൽ റിഫ്ലെക്സീവ് ആവുമോ, സിമെട്രിക് ആവുമോ, ട്രാൻസിറ്റീവ് ആവുമോ നോക്കാം. ഇപ്പോൾ C1 ഒറ്റ സർക്കിൾ എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സർക്കിൾ എടുത്തു. ഇപ്പോൾ എക്സാമ്പിൾ റിഫ്ലെക്സീവ് ആണോ നോക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ റിഫ്ലെക്സീവ് ആകുമ്പോൾ C1 എടുക്കാം. അപ്പോൾ ഒരു സർക്കിൾ, ഈ പ്ലെയിനിൽ ഏതെങ്കിലും ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിൾ അതിനോട് തന്നെ മുട്ടിയിട്ടല്ല വെക്കുക, ആ സർക്കിൾ അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഇനിയിപ്പോൾ സിമെട്രിക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സർക്കിൾ എടുത്തു, C1 C2 സിമെട്രിക് ആണെങ്കിൽ C1 ഇത് C1 C2 മുട്ടുണ്ടെങ്കിൽ C2 C1 മുട്ടുണ്ട്, അങ്ങനെയാണല്ലോ സിമെട്രിക്. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ C2 C1 ഉണ്ടാവണം, അതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. അതാണ് സിമെട്രിക് ആണ്. അപ്പോൾ ഇനി ട്രാൻസിറ്റീവ് നോക്കുമ്പോഴോ, ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്ലെയിനിൽ ഇവിടെ C1 ഉണ്ട്, C2 ഉണ്ട്, C1 C2 പിന്നെ C2 C3 കൂടിയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് C1 C3 ഇന്റർസെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇത് ഇങ്ങനെ ആവാം, പക്ഷെ നിർബന്ധമില്ല. അത് കാരണം ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഓൺലി റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്. സോ 7ാമത്തെ ക്വസ്റ്റ്യനിൽ അവർ പറയണത് ഇന്റഗ്രേഷനത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവർ ഇത് പറഞ്ഞു മിനിമം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പോൾ ഇത് ഒരു ഗ്രാഫ്, ഇത് -1, ഇത് 0, ഇത് 2. ഇപ്പോൾ ഇങ്ങനെ വെറുതെ വിചാരിക്കും 2 ഗ്രാഫ് ഉണ്ട്. ഇതിൽ മിനിമം എന്ന് ഉദ്ദേശിച്ചത് -1 മുതൽ 0 വരെ ഈ ഗ്രാഫാണ് മിനിമം. ഇതിൻ്റെ മേലല്ലേ, അപ്പോൾ ഇതാണ് മിനിമം. അത് 0 to 2 വരെ ഈ ഗ്രാഫാണ് മിനിമം ഇത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തരിക, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ -1 to 2 വരെ ഈ 2 ഗ്രാഫിൻ്റെ മിനിമത്തിൻ്റെ ഏരിയ അതുകൂടി അത് ഗ്രാഫ് ആയതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഏതാണ് മിനിമം വരിക നോക്കണ്ടേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് വേണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 1 - 1 - x³ ഇക്വേറ്റ് ചെയ്താൽ ഇതും കട്ടായി പോയി, ഈ -x³ ഇങ്ങോട്ട് പോയി, x³ - x = 0. ഒന്നൊരു x കോമൺ എടുത്താൽ x² - 1 = 0. ഇപ്പോൾ 0 ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ x 0 ആവണം, ഈ x² -1 ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആവും, 1 ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആവും. ഇപ്പോൾ 1 - 1 0 = 0. അപ്പോൾ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂ 0 - 1 ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഇതാണ് 3 ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് -1 0 1 2 അങ്ങനെ വിചാരിക്കാം. അപ്പോൾ -1 to 0 വരെ ഏത് ഗ്രാഫാണ് ചെറുത് നോക്കണം. നമുക്ക് ചെറുതല്ല വേണ്ടത്, ഈ 3 വാല്യൂയിലാണ് ഈ ഗ്രാഫൊക്കെ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ഏത് ഗ്രാഫോ ചെറുത് നോക്കാൻ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ -0.5 എന്ന വാല്യൂ ഈ 2 ലൈനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ y1 1 - x, ഇതിൽ മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 - -0.5 y1 = 1.5 കിട്ടും. y2 1 - x³ ആണ്. 0.5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഇത് 5 × 10⁻⁻1 ഹോൾ ക്യൂബ് ചെയ്താൽ മതി. അപ്പോൾ
125 ഇൻറ്റു 10⁻³ 0.125 ക്യൂബാണ്. നമ്മൾ മൈനസ് കൊണ്ട് കൂടിയിട്ടാണ് ഇതാക്കണത്, ഗുണിക്കണത്. അപ്പോൾ മൈനസ് വരും, ക്യൂബ് ആയതുകൊണ്ട് മൈനസ് വരും കേട്ടോ. അപ്പോൾ 1 + 0.125 = y2 പറഞ്ഞു കഴിഞ്ഞാൽ 1.125. ഇതിലേതാ വലുത്? വലുത് y1. അപ്പോൾ ചെറുത് ഇത്, നമുക്ക് ചെറുതല്ല വേണ്ട. അപ്പോൾ -1 മുതൽ 0 വരെ ചെറുത് y3. ഇനി 0 മുതൽ 1 വരെ 0.5 ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ y1 കിട്ടു കഴിഞ്ഞാൽ 0.5 തന്നെ, y2 കിട്ടുമ്പോൾ കൂടും, 1 - 0.125 ഇത് കൂടി, ഇത് 0.77 സംതിങ് വരും. ഇപ്പോൾ ചെറുത് y1 ആണ്. അപ്പോൾ ഇവിടെ y1. ഇനി 1 മുതൽ 2 വരെ ഒരു 1.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് y3 ആണ് മിനിമമായിട്ട് വരിക. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ചെയ്യുക. ഞാൻ വഴി പറഞ്ഞുതരാം. ഇവിടെ y3 വരും. അപ്പോൾ മിനിമം ഏതാ കിട്ടി? അപ്പോൾ ഇനി -1 to 0 മിനിമം ഏതാ? y3 അല്ലേ, y3. അപ്പോൾ 1 - x³ + 0 to 1 വരെ മിനിമം y1, 1 - x + 1 to 2 വരെ മിനിമം 1 - x³. ഇത് സാധാ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. ആൻസർ വരിക -1 ആണ് ഉത്തരം. ഇങ്ങനെയാണ് അതിൻ്റെ വഴി. ഞാൻ അങ്ങനെ എൻ്റെ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേ, ഇതാണ് എൻ്റെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള വഴിയും രീതിയാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളും ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാന്നുള്ള ഞാൻ ചെയ്ത രീതിയിൽ, പരീക്ഷയിൽ ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഞാൻ നിങ്ങളുടെ മേലും അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെയാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് പറയണത്. 8ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് മിക്കവാറും എല്ലാവർക്കും അറിയണത് തന്നെയാവും. ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഡാറ്റ തന്നു. ഇപ്പോൾ ഇത് x1, x2, x3. ഇതിൻ്റെ മീന് എന്തായാലും കിട്ടും. മീനോ മോഡോ മീഡിയനോ? മീനോ മോഡോ മീഡിയനോ എന്തായിക്കോട്ടെ. നമ്മളിപ്പോൾ ഈ ഓരോ ടേമിൻ്റെ കൂടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്യുക, കുറയ്ക്കുക. ഇപ്പോൾ +or -5 ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിൻ്റെ കൂടിയും +or -5 വേണം. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസോ മീൻ ഡീവിയേഷനോ മാറില്ല. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്. ഇതല്ലാതും +5 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയില്ലല്ലോ, പ്രത്യേക ഗ്യാപ്പ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഇത് +5 ഇത് +3 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് മാറും. അപ്പോൾ ഇതൊക്കെ ആ ഗ്യാപ്പിൽ വരുന്ന കണക്കുകളായതുകൊണ്ട് ഇതൊക്കെ മാറും. പക്ഷെ ഇവിടെ മാറില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലല്ലാതും +2 എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇങ്ങനെ ഇത് മാറുക. അപ്പോൾ ഓപ്ഷൻ നോക്കിയൊക്കെ ഓപ്ഷൻ എയിൽ കാണാം മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഡസ് നോട്ട് ചേഞ്ച്. അതാണ് ഉത്തരം. ബാക്കി വേരിയൻസ് ഒന്നും മാറില്ല. എന്ത് ഇയാൾ പറയണത്? ഓപ്ഷൻ തെറ്റാണ്, ഡി ഒക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. എല്ലാവരും ഈ പെട്ടെന്ന് എഴുതിയെടുത്തോ. അഡീഷണൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മീനും മീഡിയൻ മോഡ് മാത്രം മാറുള്ളൂ. ബാക്കി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയനും മീൻ ഡീവിയേഷനും റേഞ്ച് ഒന്നും മാറില്ല. ഇത് മാറണത് നമ്മൾ എല്ലാ ടേമിനും ഗുണിക്കുമ്പോഴോ ഹരിക്കുമ്പോഴോ മാറും. അത് ഇങ്ങനെ മാറും കേട്ടോ. 9ാമത്തെ ചോദ്യം. ഇത് അറിയണമെങ്കിൽ ആദ്യം ട്രിഗ്നോമെട്രിയിൽ ഒരു ഐഡന്റിറ്റി അറിയണം. അതറിഞ്ഞാലാണ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. ഇപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് sin² 7x - sin² 5x. ഇതെന്ന് പറഞ്ഞാലേ sin of a + b × sin of a - b ന്റെ എക്സ്പാൻഷൻ ആണ് ഇത്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി മാറും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതാണ്. ഇത് ചെയ്യാതെ sin a cos b + cos a sin b. ഇനി അടുത്തത് അതുപോലെ തന്നെ sin a cos b - cos a sin b കിട്ടും. ഇനി ഇത് വീണ്ടും ഉള്ളിലേക്ക് കുടിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ലാസ്റ്റ് വരുമ്പോൾ sin² a cos² b - cos² a sin² b എന്ന് വരും. ഇതൊക്കെ ഉള്ളിലേക്ക് ഇട്ട് കുറെ വെട്ടി പോകും, അങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കറിയണതും cos² + sin² 1 ആണല്ലോ. അപ്പോൾ cos²നെ നമുക്ക് 1 - sin² എന്ന് എഴുതാം. അപ്പോൾ ഈ കാണുന്ന cos² ഈ കാണുന്ന cos² അങ്ങനെ എഴുതണം നമ്മൾ. അപ്പോൾ ഇനി അതും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ കിട്ടും.
സൈൻ സ്ക്വയർ ലാസ്റ്റ് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് കിട്ടും. ഇവിടെ എയും ബിയും 7x 5x ആണ്. അപ്പോൾ ഈ സംഭവത്തിന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. അത്രയാണ്, അതാണ് നമ്മുടെ പോയിന്റ്. അങ്ങനെ ഇപ്പോൾ എഴുതുമ്പോൾ y ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി 5 പ്ലസ് 7 12x സൈൻ ഓഫ് എ മൈനസ് ബി 2x. ഇതാണ്, ഇങ്ങനെ ആയി മാറി. ഇനി നമുക്ക് ചെയ്യാൻ സിമ്പിളാണ്. ഇനി ഓപ്ഷൻ എ നോക്കുക. എ പറഞ്ഞത് എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ 3π/2 to 2π എന്നാണ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയി, ഞാൻ ചെയ്തു, എന്നിട്ട് റെഡി ആയില്ല. കുറേ പണിയുണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നോക്കുക. എക്സിനാണ് 3π/2 മുതൽ 2π വരെ നോക്കേണ്ടത്. അപ്പോൾ 2x-നാകുമ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4π 3π 2x-ൻ്റെ റേഞ്ച്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈ, ഇത് 2π, ഇത് 3π. 3π മുതൽ 4π വരെ കഴിഞ്ഞാൽ ഈ സാധനം നെഗറ്റീവാണ്. അങ്ങനെ ഈ ടേമിൽ ഫുള്ള് എപ്പോഴും നെഗറ്റീവ് വരിക. സൈൻ നെഗറ്റീവ് അല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാതും പോസിറ്റീവ്, പിന്നെ ഓൾ സിൽവർ ടീ കപ്പ്, ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ ഇവിടെ സൈന് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവാണ്, ഇവിടെ 2 സൈന് നെഗറ്റീവാണ്. അപ്പോൾ ഈ ടേം നെഗറ്റീവാണ്. അപ്പം ഇനി ഈ ടേമിൽ നോക്കണം, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരിക നോക്കണം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് 3π/2 മുതൽ 2π വരെ. നമുക്ക് എത്ര 12π വേണ്ട, 12x ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഇൻറ്റു 12 24π വന്നു. ഇവിടെ എത്ര 18π. 12x-ൻ്റെ വാല്യൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 6π ആണ്. അപ്പോൾ ഇതിൽ ഈ റേഞ്ചിൽ ഇതിൽ 6 വട്ടം കറങ്ങി വരാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരച്ച് കഴിഞ്ഞാൽ ആദ്യം 1 2 3 4 അങ്ങനെ 6 വട്ടം കറങ്ങും. അപ്പോൾ 3 വട്ടം മേലും വരും, 3 വട്ടം താഴെയും വരും. അപ്പോൾ ഇത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാൻ പറ്റില്ല. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ഇതെന്തായാലും നെഗറ്റീവ്. അപ്പോൾ ഇത് താഴെയുള്ള സമയത്ത് ഇതും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. പക്ഷെ ഇത് തിരിച്ച് മേലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് എപ്പോഴും നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് വരിക. അപ്പോൾ ഇത് ഏത് സമയം ഇൻക്രീസിങ് അല്ല. ഇത് മേലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇത് സംഗതി ഡിക്രീസിങ് ആവും. അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണ്. നമുക്ക് തെറ്റാണ് വേണ്ടത്, അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. അതുപോലെ നമുക്ക് ഓപ്ഷൻ ഡി ഒന്ന് നോക്കിയേ. എഫ് ഓഫ് π/2 = 0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ 12x-ൻ്റെ ഇതിൽ 10ാമത്തെ ലിമിറ്റ് എന്നുള്ള ചോദ്യമാണ് ഇതെങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആവണം. ഇതാണ് കണ്ടീഷൻ. ഇതറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ എയും ബിയുടെ വാല്യൂ ഏതൊക്കെ ആവണം, റിയൽ വാല്യൂ ഏതൊക്കെ വാല്യൂ ആവാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ആയ കണ്ടീഷൻ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആവണം. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഇവിടെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യേണ്ട പോയിന്റ് -1-ലും 1-ലാണ്. അപ്പോൾ നമുക്ക് ആദ്യം -1 എടുക്കാം. അപ്പോൾ -1-ന്റെ ലെഫ്റ്റ് സൈഡിൽ -ax - b ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ -1-ന്റെ വലത്തെ സൈഡിൽ ഏതാണ് 5x + 1. അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ എക്സിന് നമ്മൾ -1 എടുത്തു കൊടുത്താൽ a - b = -1 എടുത്തു കഴിഞ്ഞാൽ -5 + 1 ആയി -4 ആയി. അപ്പോൾ b = a + 4 കിട്ടി. നടക്കട്ടെ. നടന്നു. ഇനി 1-ൽ ചെക്ക് ചെയ്യാം. 1-ന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാണ് 5x + 1 ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് 1-ന്റെ a² x + 3b. ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 6 = a² + 3b കിട്ടി. ഇവിടെ നമുക്ക് b = a + 4 കിട്ടില്ലേ. അപ്പോൾ 6 = a² + 3 × b = a + 4 ആണ്. അപ്പോൾ അവിടെ 3a +
12 വരും. എ സ്ക്വയർ പ്ലസ് ഇത് ഈ 6 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു 3a സോറി എ സ്ക്വയർ പ്ലസ് 3a മൈനസ് 6 ഈക്വൽ ടു 0. ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവാ വരിക. അതിന്റെ അർത്ഥം ഇതിന്റെ നോ റിയൽ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് റിയൽ വാല്യൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ ബിക്കും കിട്ടില്ല. ഇവിടെ റിയൽ വാല്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ബിക്ക് റെഡി ആവുക. കാരണം ഇതിന് എ കോമ ബി എന്നുള്ള പെയർ ഇല്ല, 0 ആണ് ഉത്തരം. ഇവിടെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയ റിയൽ വാല്യൂ ഇല്ല. അപ്പൊ അതിന് എക്ക് റിയൽ വാല്യൂ മാച്ച് ആയില്ലെങ്കിൽ ബിക്കും കിട്ടില്ല. കണ്ടോ, 4 റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി എന്നാ പറഞ്ഞത്. അപ്പൊ എക്ക് ഇല്ലെങ്കിൽ ബിക്ക് കിട്ടില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നും. സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മള് കറക്റ്റ് ഒരു തന്ന പോയിന്റ് വെച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ കറക്റ്റ് ഉത്തരം കിട്ടും. ഇതിൽ ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ നിൽക്കാൻ വിചാരിക്കാം. ഇപ്പൊ ഞാനിത് ഓപ്ഷൻ എ നോക്കണം. ഓപ്ഷൻ എ പറഞ്ഞത് A1 ആ സംഭവം തന്നെ. ആ സംഭവം ഇപ്പൊ A1 വേണം. അപ്പൊ A1 നോക്കണെങ്കിൽ ഇവിടെ A എന്ന് പറഞ്ഞിട്ടൊരു പെട്ടി വന്നിട്ട്, അപ്പൊ നമ്മള് A1 നോക്കുമ്പോ നമ്മള് 1 അല്ല കൊടുക്കുക. അപ്പൊ x2 x1 x1 x0 ഇതാണ് A1. അതിൽ നമുക്ക് അതിന്റെ മേലെ വേണ്ട xn ഈക്വൽ ടു xn മൈനസ് 1 പ്ലസ് xn മൈനസ് 2. അപ്പൊ നമുക്ക് x2 വേണമെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ x1 പ്ലസ് x0 കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് x0 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്, x1 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 0, x2 ഈക്വൽ ടു x1 എത്ര 1. അപ്പോൾ x2 കിട്ടി, x1 കിട്ടി. ഇത് രണ്ടും 1, x0 പറഞ്ഞ 0. അപ്പൊ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 0. ഇനി എന്താ പറഞ്ഞുള്ളവര് A1 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയ അവര് പറയണത് A1ന്റെ ഏതോ പവർ പറഞ്ഞു കഴിഞ്ഞാൽ A1ന്റെ പവറിനായിട്ട് 1 കുറയ്ക്കുക, A1ന്റെ പവറിനായിട്ട് 2 കുറയ്ക്കുക. ഇത് വേണം. അത് പവർ നെഗറ്റീവ്, എം പോസിറ്റീവ് അല്ലേ പാടുള്ളൂ. ഇവിടെ A1ന്റെ പവർ നെഗറ്റീവ് വന്നിട്ട് ഇനി ഇരട്ടിപ്പണി ആക്കാണ്ടിരിക്കാൻ നമുക്ക് ഇവിടെ പോസിറ്റീവ് വരേണ്ടത് ഏതാ, ഇത് 3 കൊടുക്കാം. അപ്പൊ ഇവിടെ A1ന്റെ ക്യൂബ് ഈക്വൽ ടു A1ന്റെ സ്ക്വയർ പ്ലസ് A1. ഇത് റെഡി ആണെങ്കിൽ ഓപ്ഷൻ എ റെഡിയാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് A1ന്റെ ക്യൂബ് ആദ്യം ഇതിനോട് തന്നെ ഗുണിക്കുക, എന്നിട്ട് കിട്ടിയ ഉത്തരം കൊണ്ട് വീണ്ടും ഇതിനോടൊന്ന് ഗുണിക്കുക. അത് നമുക്ക് എ സ്ക്വയർ പ്ലസ് A1. ഇത് രണ്ടും കൂടിച്ച് എ സ്ക്വയർ കിട്ടില്ലേ, അതിൻ്റെ ഒപ്പം ഈ A1 തന്നെ വീണ്ടും കൂട്ടിച്ചേർത്തത് കിട്ടും. ചെയ്ത് വരാൻ കുറേ സമയം എടുക്കാനാണ് ഞാൻ ചെയ്യാത്തത്. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇതിന്റെ വഴി ഇതാണ്, ഞാൻ വഴി പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. ബാക്കി ഇത് ശരിക്കും വൈസർ എക്സാമ്പിൾ ഇത് ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോഴൊന്നും ആലോചിക്കണം, ഞാൻ ഇത് ലാസ്റ്റ് എഴുതാൻ ഓപ്ഷൻ ഡി ആയി തന്നെ. ഇതില് ആൻസർ കീയില് എല്ലാ ആൻസർ കീ ആയാണ്. ഇത് ലാസ്റ്റ് വരുമ്പോൾ നമ്മള് ആദ്യത്തെ എ ചെക്ക് ചെയ്തു, ബി ചെക്ക് ചെയ്തു, സി ചെക്ക് ചെയ്തിട്ടാണ് ഈ ഓപ്ഷൻ വന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ കുറെ സമയം പോയി. അപ്പോ കുറച്ച് ഭാഗ്യമൊക്കെ വേണം. അങ്ങനെയാണ് വൈസറിന്റെ ജെയുടെ ഒക്കെ അത്. അടുത്തതാ GP, ജോമെട്രിക് പ്രോഗ്രഷൻ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇവർക്ക് വേണ്ടത് എന്താ, A1 കൂട്ടുക, A2 കൂട്ടുക, അങ്ങനെ A5 വരെ കൂട്ടുക. A1 നമുക്ക് തന്നിട്ടുണ്ട് 3 തന്നിട്ടുണ്ട്, പിന്നെ 3r സ്ക്വയർ 3r ക്യൂബ് പ്ലസ് 3r4. ഇതാണിത്. ഇതിന്റെ ഇത് വേണം. അല്ല, A5 അല്ല, ഇതിന്റെ ഉത്തരം വേണം. ഇപ്പൊ നമുക്ക് അറിയാത്ത എന്താ, 6 അറിയില്ല. 6 തരാൻ അവരൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം A1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ അത് ഇതിൽ കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് n-നെ 1 കൊടുക്കാം. ആ ഇക്വേഷനിൽ നോക്കാം. അപ്പോ A1 പ്ലസ് 2 3 മൈനസ് 2A1 ഈക്വൽ ടു A2. അപ്പോൾ ഈ A1 നമുക്ക് 3 ആണെന്നറിയാം. അപ്പോൾ A3 മൈനസ് 6 ഈക്വൽ ടു A2. A3 മൈനസ് A2 ഈക്വൽ ടു 6 കിട്ടി. ഇതെന്താ സാധനം, A3 3r സ്ക്വയർ മൈനസ് 3r ഈക്വൽ ടു 6 ആണ്. ഇവിടുന്ന് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ r സ്ക്വയർ മൈനസ് r ഈക്വൽ ടു 6. ഇതും കട്ടായി പോയി കഴിഞ്ഞാൽ 2. r സ്ക്വയർ മൈനസ് r മൈനസ് 2 ഈക്വൽ ടു 0. ഗുണിക്കുമ്പോൾ -2 കൂട്ടുമ്പോൾ -1 കിട്ടണത് എന്താ, -2 പ്ലസ് 1. r മൈനസ് 2 r പ്ലസ് 1 ഈക്വൽ ടു 0. r ഈക്വൽ ടു 2, r ഈക്വൽ ടു -1. ഇവര് തന്നിട്ടുണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനം നെഗറ്റീവ് ആണെങ്കിൽ നടക്കില്ല. അപ്പോൾ ഇത് ക്യാൻസൽ. r ഈക്വൽ ടു 2 ആണ് ഉത്തരം. അത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 പ്ലസ് 6 പ്ലസ് 3 ഇൻറ്റു 4 12 ഇത് കൂട്ടി വരുമ്പോൾ നമുക്ക് 93 ഉത്തരം കിട്ടും. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ബൈനോമിയൽ തിയറം എന്നുള്ളതാണ്. ഇത് സംഭവം വേഗം സിമ്പിളായിട്ട് പറഞ്ഞുതരാം.
49 raised to n plus ഹോൾ ഡിവൈഡഡ് ബൈ 100 ആണ് ചോദ്യം. അപ്പോൾ ഇത് ഓരോന്നിന് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ ഭാഗം നോക്കാം. n എന്താ നോക്കിയേ, 20 raised to 26, വലിയൊരു സംഭവമാണ്. അപ്പോൾ 10n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 20 raised to 26 ബൈ 100. ഇവിടെ 20 26 വട്ടം ഇങ്ങനെ പോവുണ്ടാവും, 26 വട്ടം. അപ്പോൾ ഈ 100ന് എന്തായാലും ഈ 0 0 ഈ 0 0 ആയിട്ട് കട്ടായി പോകും. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ തന്നെ 0 ആണ്. അപ്പോൾ ഈ ഭാഗം 0 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇനി 49 raised to n ബൈ 100. ഇതിൻ്റെ റിമൈൻഡറും 41 raised to n ബൈ 100. ഇതിൻ്റെ റിമൈൻഡർ വേണ്ടു. ഇതിൻ്റെ റിമൈൻഡർ 0 ആയി. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗുണിച്ചിട്ട് ബാക്കി കിട്ടുന്നത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 കിട്ടും, 200 കിട്ടും. ഇവിടെ 0 കിട്ടില്ലേ, ഈ സാധനം ഇതാണ് 0. അങ്ങനെ ഇവിടെ 0 ആയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നോക്കാം. ഇതിന് നമുക്ക് സാധാ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ 50 മൈനസ് 1 ഹോൾ റേസ് ടു n. 49 50 മൈനസ് 1 അല്ലോ, ഇത് ബൈ 100 ചെയ്യാം. പിന്നെ ഇത് നോക്കുക, ഇത് ബൈനോമിയൽ ഇതല്ലേ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടണത് NC0 50 raised to n, പിന്നെ 1 raised to വരുമ്പോൾ ഫുള്ള് 1ൻ്റെ പറയും ഏതായാലും 1 തന്നെയാണ്. പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് -1 raised to 0 വരും. പിന്നെ നോക്കുക, ഇത് വലിയ നമ്പറാണ്. ഈ നമ്മൾക്ക് ബൈനോമിയലിൻ്റെ ടേം അറിയാം. ഇവിടെ ആദ്യം വലുതാവും, ഇവിടെ ഏറ്റവും ചെറുതാവും. പിന്നെ പ്ലസ് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ വാല്യൂ കുറഞ്ഞു വരും, ഈ വാല്യൂ കൂടും. അപ്പം നമുക്ക് 50 സ്ക്വയർ നോക്കിയേ, ഇത് 2500. ഇത് ഡിവൈഡഡ് ബൈ 100 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കട്ടായി പോകും. അപ്പോൾ ഈ ഇവിടെ ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 raised to 26 മുതൽ 50 സ്ക്വയർ ആവണ വരെ എല്ലാ നമ്പറിലും ഈ 100 കട്ടായി പോകും. 50 സ്ക്വയർ വരെ കട്ടായി പോകും. 50 സ്ക്വയർ കഴിഞ്ഞാൽ ഏതുള്ളത് 50 ഉണ്ട്. NC n മൈനസ് 1 50 raised to n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കട്ടായി പോയി. മൈനസ് എന്താ n മൈനസ് 1 ആണ്. അപ്പോൾ n മൈനസ് n കട്ടായി, മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പോൾ 50 raised to 1 കിട്ടും. കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ്. പിന്നെ -1 raised to n മൈനസ് 1 പ്ലസ് NCn 50 raised to n മൈനസ് 1 n മൈനസ് n അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 raised to 0. അതങ്ങനെ തന്നെ എഴുതിയിട്ട്. അപ്പോൾ ഇത് വേണ്ടല്ലോ. പിന്നെ -1 raised to n. n ഒരു ഈവൺ നമ്പർ അല്ലേ, അപ്പം -1 raised to എന്തൊരു ഈവൺ നമ്പർ ആയാലും 1 തന്നെ വരിക. അപ്പോൾ ഇവിടെ നോക്കിയേ, NC n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 ഉണ്ട്. ഇതൊരു ഓഡ് നമ്പറായി. n ഈവൺ അല്ലേ, ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഇതാണ് n. ഇത് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈവൺ നമ്പർ കിട്ടുക. അതിന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓഡ് വരും. അപ്പോൾ ഇവിടെ മൈനസാണ് വരിക. -50 ഇൻറ്റു NC n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആണ്, 20 raised to 26 വരും. പ്ലസ് 1 വരിക. സോറി, ഇത് ഹോൾ ബൈ 100. ഇത് നോക്കിയേ, ഇതും കൂട്ടി എന്തായാലും 100 കട്ടായി പോകും. മൈനസ് 20 ഇൻറ്റു 20 ഇൻറ്റു അങ്ങനെ 26 വട്ടല്ലേ. അപ്പോൾ ഇത് ബൈ 100 ചെയ്താണെങ്കിൽ ഇതിങ്ങനെ കട്ടായി പോയിട്ട് ഇവിടെ ഒരു റിമൈൻഡർ 0. പക്ഷെ ഇവിടെ ഒന്നിനായിട്ട് കട്ടായി പോവില്ല. അപ്പോൾ ഈ 50ൻ്റെ റേമിൽ റിമൈൻഡർ എപ്പോഴും 1 വരും. 41 നമുക്ക് 40 + 1 ഹോൾ റേസ് ടു n ബൈ 100. ഇതിന് നമ്മൾ നേരത്തെ ടെക്നിക്ക് തന്നെ. NC0 40 raised to n 1 raised to എന്തായാലും കുഴപ്പമില്ല, കാരണം അത്ര വലിയ നമ്പറാണ്. അപ്പോൾ ബൈ 100. ഇവിടെ നോക്കി ഈ n എന്താ, ഇവിടെ ഒരു 20 ഇൻറ്റു 20 ഇൻറ്റു അങ്ങനെ പോവും. അപ്പോൾ ഇവിടെ 20 ഇൻറ്റു 20 അങ്ങനെ 26 വട്ടം പോയിട്ട് ഇൻറ്റു 40 വരും. ഹോൾ ബൈ 100. ഈ 0 0 ഈ 0 0 എന്തായാലും കട്ടായി പോയിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ഈ 40 വരെ ഫുള്ള് 0 ആയി പോകും. അതിൽ ലാസ്റ്റ് വരുമ്പോൾ NC n മൈനസ് 1 40 raised to 1 പ്ലസ് പിന്നെ ലാസ്റ്റ് NCn 40 raised to 0 1 raised to n. ഇവിടെ 1 ബൈ 100 വീണ്ടും വരും. ഇവിടെ NCn മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5C 5 മൈനസ് 1 പറഞ്ഞാൽ 5C 4 ആണ്. അത് എത്ര 5 ആണ്. അതുപോലെ അപ്പോൾ ഈ n തന്നെയാണ് ഇവിടെ n വന്നത്. n തന്നെയാണ് ഇവിടെ 5 തന്നെയാണ് ഇവിടെ 5. അപ്പോൾ ഇവിടെ n തന്നെയാണ് ഇവിടെ n വരിക. അപ്പോൾ 20 ഇൻറ്റു 20 അങ്ങനെ 26 വട്ടം ഇൻറ്റു 40 ബൈ 100 വരുമ്പോൾ ഈ 100 ഏതൊരു 0 കട്ടായി പോയിട്ട് ഇവിടെ റിമൈൻഡർ കിട്ടില്ല. ബാക്കി ഈ 1 വരും. മുന്നത്തെ 49ൻ്റെ 1 ഉണ്ട്. അപ്പോൾ 1 + 1 + 0 10 n ൻ്റെ 0 ആണ് റിമൈൻഡർ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 2. ഇതും
ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇനി മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ബൈനോമിയൽ തിയറത്തിന്റെ ഈ റിമൈൻഡർ ഭാഗം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇനി കഥ പറയാ. B2 ലാസ്റ്റ് അവർക്ക് റെഡ് ബോൾ കിട്ടി. അതവിടെ കിട്ടെ. നമ്മൾ ഏറ്റവും ആദ്യം ബോൾ എടുക്കണ ഏതെന്നാ B1 എടുക്കണം. ഇപ്പൊ B1 നമുക്ക് ഒരു റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/7. ഇപ്പൊ നമ്മൾ ഒരു റെഡ് ഇതിന്ന് എടുത്തു കഴിഞ്ഞാൽ എടുത്തപ്പോ റെഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ B2 4 റെഡ് ബോൾ എക്സ്ട്രാ ചേർക്കും. അത് കേസ് 1 നോക്കാം. നമ്മൾ ഇവിടുന്ന് B1 നമ്മൾ റെഡ് എടുത്തു, ഒരു ബോൾ എടുത്തു, റെഡ് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ 4 റെഡ് എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ മൊത്തം 7 റെഡ് 4 ബ്ലാക്ക് ആയി. അപ്പൊ ഇതിന്ന് ഇനി റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് റെഡ് പറഞ്ഞു കഴിഞ്ഞാൽ 7/11. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് 4/11. ഇനി കേസ് 2, ഇതിന്ന് ബ്ലാക്ക് കിട്ടി. ബ്ലാക്ക് കിട്ടി കഴിഞ്ഞാൽ ഇതിലപ്പോ എത്ര 3 ബ്ലാക്ക് ആഡ് ചെയ്യും. അപ്പോ 3 റെഡ് 7 ബ്ലാക്ക് ആയി. അപ്പൊ ഇതില് പ്രോബബിലിറ്റി ഓഫ് റെഡ് പറഞ്ഞു കഴിഞ്ഞാൽ 3/10. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/10. ഇതാണ് കഥ. ഇനി നമുക്കില്ലേ ആദ്യം ഇതിന്ന് എടുത്തിട്ടാണ് പിന്നെ ഇതിന്ന് എടുക്കുക. ഇതിന്ന് എടുക്കുമ്പോ റെഡ് ബോൾ കിട്ടി. പക്ഷെ ആദ്യം എടുത്തതില് റെഡ് കിട്ടിയിട്ട് പിന്നെ ഇവിടെ റെഡ് കിട്ടും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വിചാരിക്കണ്ട. എന്നാലും ഞാൻ വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പതാ ഇത് ബോക്സ് 1 ആദ്യം റെഡ് എടുക്കുക, ആദ്യം ബ്ലാക്ക് എടുക്കുക. അപ്പൊ ബോക്സ് 2 ഇപ്പൊ ഇവിടെ ബ്ലാക്ക് കിട്ടി. ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 4/7. ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ B2 എന്ന ബോക്സിൽ നമ്മൾ 3 ബ്ലാക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണതാണ്. അപ്പൊ അവിടെ 3 റെഡ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ആഡ് ചെയ്തപ്പോ 7 ബ്ലാക്ക് ആയി. ഇതിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 3/10. ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി 7/10. ഇത് റെഡ്, ഇത് ബ്ലാക്ക്. ഇത് നമുക്ക് ആദ്യം B1 ആദ്യം ബ്ലാക്ക് കിട്ടിയെങ്കിൽ ഈ കേസ് നടക്കുള്ളൂ. അപ്പൊ B1 ആദ്യം റെഡ് കിട്ടിയെങ്കിലോ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3/7. റെഡ് കിട്ടിയെങ്കിൽ നമ്മൾ B2 4 റെഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ കേസ് കൊണ്ടാണ്. അപ്പോൾ 4 റെഡ് ആഡ് ചെയ്ത 7 റെഡും 4 ബ്ലാക്ക് ആയി. ഇതിന്ന് നമുക്ക് ഇനി വീണ്ടും B2 എടുക്കുമ്പോൾ റെഡ് കിട്ടാനുള്ള സാധ്യത 7/11, ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത 4/11. ഇതാണ് ചോദ്യം. നമുക്ക് പറയണത് എന്താ, B2 റെഡ് കിട്ടി. B2 റെഡ് കിട്ടേണ്ട 2 സാധ്യത. അതേസമയം B1 റെഡ് എടുക്കണേണ്ട കഥ. അപ്പോ പ്രോബബിലിറ്റി വെൻ ഇത് ബേസ് തിയറം കണ്ടീഷൻ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എഴുതി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫേവറബിൾ ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. നടക്കാനുള്ള ഏത് സാധ്യത. നമുക്ക് ഫേവറബിൾ എന്താണ് വേണ്ടത്? റെഡ് ഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 റെഡ് കിട്ടണം. അതേസമയം B1 റെഡ് എടുത്തിട്ടാവണം B2 റെഡ് കിട്ടുന്നത്. ഇപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരി ഫുള്ള് അത് എഴുതി കഴിഞ്ഞാൽ 3/7 ഇൻറ്റു 7/11 ബാക്കി ടോട്ടല് റെഡ് കിട്ടണ കേസ് മാത്രം കേട്ടോ. ഈ വരിയും റെഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 3/7 ഇൻറ്റു 7/11 പ്ലസ് ഇത് 4/7 ഇൻറ്റു 3/10. ഈ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഓപ്ഷൻ A കിട്ടും നമുക്ക്.